പോലീസിനെ ബോംബെറിഞ്ഞ കേസിലെ പ്രതിയായ പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ വി.കെ. നിഷാദിന്റെ പരോൾ വീണ്ടും നീട്ടി. 15 ദിവസത്തേക്കാണ് പരോൾ നീട്ടിയത്. സർക്കാർ നേരിട്ടാണ് പരോൾ നീട്ടിയിരിക്കുന്നത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അജീഷ്, നേരത്തെ തന്നെ പരോൾ നൽകിയത് വലിയ വിവാദമായിരുന്നു. നിഷാദിന്റെ സ്ഥാനാർത്ഥിത്വവും മത്സരിച്ചതും എല്ലാം വിവാദമായിരുന്നു. ഇപ്പോൾ പരോൾ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? ശിക്ഷ കിട്ടി 1 മാസം കഴിയുമ്പോൾ ഇത് 3ാമത്തെ തവണയാണ് ഈ പരോൾ നീട്ടിയിരിക്കുന്നത്. ആദ്യം 5 ദിവസത്തെ പരോളിനാണ് നിഷാദ് പുറത്തിറങ്ങിയത്. അതിനുശേഷം പിന്നീടും 10 ദിവസം പരോൾ നീട്ടി നൽകിയിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് 3ാമത് 15 ദിവസത്തേക്ക് പരോൾ നീട്ടി നൽകിയിരിക്കുന്നത്. ഈ മാസം 26 വരെയാണ് ഇപ്പോൾ പരോൾ നീട്ടിയിട്ടുള്ളത്. ഈ സർക്കാർ നേരിട്ടാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. അച്ഛന്റെ ചികിത്സ ചൂണ്ടിക്കാട്ടിയാണ് ഈ പരോള് എടുത്തിട്ടുള്ളത്. പോലീസിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 20 വർഷത്തേക്കാണ് നിഷാദിനെ കോടതി ശിക്ഷിച്ചത്. നേരത്തെ പയ്യന്നൂർ നഗരസഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. നിയമ കുരുക്ക് കാരണമാണ് സത്യപ്രതിജ്ഞ ചെയ്യാത്തത്. ഈ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഇത് 1 മാസം പിന്നിടുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാതിരുന്നാൽ ഈ നഗരസഭ കൌൺസിലർ എന്ന സ്ഥാനം നിഷാദിന് നഷ്ടപ്പെട്ടേക്കാം. എന്തായാലും ഈ നടപടി ഇത് സർക്കാരിനെതിരെ വിമർശനമാക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ. ഇത് സ്വാധീനം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിക്ക് ഇത്തരത്തിൽ പരോള് അനുവദിച്ചത് എന്നുള്ളൊരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.